ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വെറുതെ വന്നിരിക്കുന്നതാണ്. ഇന്ന് ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു ചാനൽ ഇൻ്റർവ്യൂ. അപ്പോൾ അതിന് ഇപ്പോൾ ഞങ്ങളൊന്ന് പാർലറിൽ പോകാനിരിക്കുകയാണ്, കുറച്ച് സുന്ദരി കുട്ടപ്പികളാവാൻ. ടിറ്റു ഉണ്ട് ഇവിടെ. ടിറ്റു കണി കാണിച്ചു. ഞാൻ എടുത്തുകൊണ്ടുവന്നതാ വീഡിയോ എടുക്കാൻ, പക്ഷെ ആൾ നിൽക്കുന്നില്ല. മനോറ റെഡി ആവുകയാണ്, അത് കഴിഞ്ഞിട്ടാണോ ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട്. അപ്പം ഇന്ന് ആക്ച്വലി ഞങ്ങൾ രാവിലെ തൊട്ട് വ്ളോഗ് എടുക്കാം, ഒരു ബിസി ഡേ ഫുള്ളായിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയിരുന്നു. ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ 3 മണി ആവാനായിട്ടോ, 3 മണി ആവാനായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് ഉണ്ടാക്കാൻ കരുതിയതാണ് ഫുഡ്, പക്ഷേ തിരക്കുണ്ടായിരുന്നു, നല്ല പൊടിയുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലീൻ ആക്കണമായിരുന്നു. അപ്പം അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ സമയം പോയി. വീഡിയോ എടുക്കാനും എന്താ പറയുക, നേരം കിട്ടിയില്ല. അവൾക്കാണെങ്കിൽ അലർജി കൂടിപ്പോയി, പൊടി ഇതൊക്കെ ആയിട്ട്. ഒരു പാവയുണ്ട്, ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട്, ഏതോ ഒരു ഇതിൽ ഇവളും കാണിച്ചു തന്നിട്ടുണ്ട്. ഡ്രീം വേൾഡ് അല്ലല്ല, വണ്ടർലയിൽ നിന്ന് ഞങ്ങൾ കളിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു പാവയുണ്ട്. അത് ഇന്നലെ ഈ ജന്തു എടുത്തോണ്ടാണ് ആൾക്ക് അലർജി വന്നത്. അപ്പം അങ്ങനെ അലർജിയും ആ പൊടിയും കുട്ടികളുടെ രോമം പെട്ടെന്ന് ഇങ്ങനെ ഷെഡായിട്ട് പാറുന്നുണ്ടായിരുന്നു എല്ലായിടത്തും. ട്രിമ്മൊക്കെ ചെയ്ത് കട്ട് ചെയ്തതാണ്, ട്രിമ്മല്ല, ലിയോൻ്റെ അത്യാവശ്യം പ്രാവശ്യം ട്രിം ചെയ്തതാണ്. എന്നിട്ട് പെട്ടെന്ന് വളർന്ന് പാകി അത് കുറച്ച് സീനായി ഞങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഞാൻ റെഡിയായി വന്നിരിക്കുകയാണ്. ഞാൻ ഈ ഡ്രസ്സ് ചിലപ്പോ മാറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതല്ല ഇടുന്നത്. ഇതല്ല ഇടുന്നത്. ഞാനിപ്പോ തൽക്കാലം ഇട്ടേക്കുന്നതാണ്. പാർലറിൽ പോയി സുന്ദരിയാവാൻ വേണ്ടിട്ടതാണ്. ഇത് നമ്മള് ഡൽഹിയിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് കൊള്ളൂലാർന്ന്, കേറൂലാർന്ന്. ഇതിപ്പോ നമ്മളിങ്ങനെ കുത്തി കയറ്റി മെലിഞ്ഞ് ജിമ്മ പോകുന്നല്ലോ. അപ്പൊ ഇന്നും പോവണ്ടേ? ഇത് പറഞ്ഞോ, ഞങ്ങള് മൂവിക്ക് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മള് നേതാ പോത്തിന് വല്ല പോവാൻ നിൽക്കുന്നത്. 2 ബുക്ക് ചെയ്ത്, വർഷങ്ങൾക്ക് ശേഷം ആവേശം ബുക്ക് ചെയ്ത് 2 കാണണമെന്ന് എടുത്തിരിക്കുന്നുണ്ട്. ഇന്ന് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നത്. 2 കൂടെ ഒരുമിച്ച് ബുക്ക് ചെയ്തിട്ട് ഏതാന്ന് ഓർമ്മയില്ല. അതാണ് ഞങ്ങൾ ഒരു ദിവസം 2 മൂവി കാണാന്നുള്ള പ്ലാൻ ചെയ്ത് ഞാൻ സെറ്റ് ആക്കിയത്. പക്ഷെ അത് ഞങ്ങൾക്ക് സാഹചര്യം നമ്മളെ സമ്മതിച്ചില്ല. അതാണ് സംഭവം. അലിയോനോട് കൊണ്ടുവരുട്ടോ. അപ്പൊ നമ്മൾ മൂവി കാണാൻ പോകും. ആദ്യം ഇന്റർവ്യൂക്ക് പോകും, പിന്നെ നമ്മൾ എങ്ങോട്ടാണ്? മൂവി, പിന്നെ ഇന്റർവ്യൂക്ക് പോകും, പിന്നെ നൈറ്റ് മൂവി. എപ്പോഴാണ്? 10 മണി. ഇല്ല, സമയമെല്ലാം പറഞ്ഞു കൊടുക്കും. വരട്ടെ ആളുകളെ കൊണ്ട് തട്ടാനായിട്ട്. മോനറിഞ്ഞ 10 മണിക്കാണ് നിങ്ങൾ എല്ലാരും അവിടെ എത്തിച്ചേരുക. കൊല്ലാനും തല്ലാനും കൂടോത്രക്കാരും എല്ലാരും എത്തിക്കും. ഇവന് അത്ര ഉഷാറില്ല ആള് കുറച്ച്. ഇപ്പൊ പാർലറിൽ പോയിട്ട് ഞാൻ എന്റെ ഒരു ഹെയർ സെറ്റ് ചെയ്യാൻ, ഞാൻ ഇവനെ പറ്റി എന്തെങ്കിലും പറയുന്നു. ഈ കൊച്ചിനെ ഒരു ഓർമ്മയില്ല. സെറ്റ് അറിയുള്ളൂ. ഞങ്ങൾ 2 ത്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? വാക്സ് ചെയ്യൂലേ? വാക്സ് ചെയ്യണം. യെസ്, ഹെയർ സ്റ്റൈൽ. മുടിയും ഈ മൊട്ടച്ചിയുടെ മുടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മുടി സ്റ്റൈൽ ചെയ്യണം. വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂവിന് ഉള്ള ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് അവിടെ തന്നെ ചെയ്യാനാണ് എഴുതിയത്. പുറത്ത് ചെയ്യിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തതല്ല. അതിനുള്ള നോളജ് ഉള്ള നമുക്ക് പോയാലോ? അപ്പൊ ഞങ്ങൾ പോയിട്ട് അവിടെയുള്ള കുറച്ച് ദൃശ്യങ്ങൾ കാണിച്ചു. ഒരു സാഡ് ന്യൂസ് കൂടെ ഉണ്ട്. അവള് മെലിഞ്ഞിട്ടില്ല. ആ ഡ്രസ്സ് ഞങ്ങൾ ഇവിടെ ഊരിയിട്ടിരിക്കുന്നു. അവള് ചത്തോന്ന് പറയുന്നത്. അതുകൊണ്ട് ഡ്രസ്സ് മാറ്റി തുണി കൊടുത്തിട്ട് വാ. അങ്ങനെ ഞാൻ എന്റെ തുണി മാറിയിരിക്കുന്നു. ഞാൻ ഇത് തുണിയിട്ട് ഇപ്പൊ പോവാൻ വേണ്ടി മാത്രം. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങളാദ്യം ത്രെഡിങ്ങും വാക്സിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പോയി വന്ന് റെഡിയായി മേക്കപ്പൊക്കെ ഇട്ട് ഡ്രസ്സിൽ വന്നിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ എഴുതിയിട്ടാണോ നിന്നത്. പക്ഷേ ടൈം വൈകിയതുകൊണ്ടോ അന്ന് ഇവർക്ക് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് പോയാൽ പിന്നെ ആ വഴിക്ക് നേരെ ഇൻ്റർവ്യൂവിന് പോകാലോ എന്ന് എഴുതിയിട്ട് ഞങ്ങൾ റെഡിയാവുന്നതിന് മുന്നേ തന്നെ ഹെയർ ചെയ്യാനാണ് വരുന്നത്. ഇവൾ ഉദ്ദേശിച്ച ഹെയർ സ്റ്റൈൽ ഏതാണെന്ന് ഞാനിവിടെ കൊടുത്തേക്കാം. ഇതാണ് ഇവൾ ഉദ്ദേശിച്ചത്. ഇത് വേഗം ഒരു ചടപടയെന്ന് എടുത്തൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പം അതെടുത്ത് ഇത് അത്രത്തോളം ആയിട്ടുണ്ട്. എനിക്ക് അതിനേലും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടാണെന്ന് തോന്നി. സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു എന്താ പറയുക, ഞാൻ ഹാത്യം എന്ന് പറയുന്ന ഒരു സീരിയൽ കാണുമായിരുന്നു, അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്കൊക്കെ പോലെ. അതിലെ ഒരു രാക്ഷസ തള്ളയുടെ കൂട്ടൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ഹെയർ ഫ്രണ്ടിൽ കുറച്ച് പൊന്തി നിന്നിട്ട്, പക്ഷെ പിന്നീട് അത് സെറ്റായിട്ടാണ്.
പിന്നീട് നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ എന്ത് പറയുന്നു, ഈ ഒരു ഹെയർ സ്റ്റൈൽ നല്ലതായിരുന്നു അല്ലയോ എന്ന്? പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഫ്ലാറ്റിലോട്ട് എത്തിയപ്പോൾ അവർ പറഞ്ഞു ഒരു അരമണിക്കൂറൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി, അവർ കഴിഞ്ഞിട്ടില്ല അവരുടെ എക്സിസ്റ്റിംഗ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ കുറച്ചുകൂടെ ടൈം കിട്ടി റെഡി ആവാനൊക്കെ. അങ്ങനെ ഞങ്ങളെത്തി. തല കാണിച്ചു കൊടുക്കും, തല കാണിച്ചു കൊടുക്കും. തല പക്ഷെ ഞാൻ കാണുമ്പോൾ ഇങ്ങനെയല്ല. എന്നിട്ട് ഇവിടെ ഒന്നിങ്ങനെ ഞാൻ കാണിച്ചുതരാം ബാക്കില്. നിങ്ങൾ മറ്റേ കണ്ടിട്ടുള്ള അവർ ഫുൾ എടുത്തില്ല. പക്ഷെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അപ്പർ ലിപ്പ് അങ്ങോട്ട് ത്രെഡ് ചെയ്ത് എൻ്റെ പൊന്നേ ഒക്കെ കണ്ട്. ഞാനൊക്കെ എൻ്റെ അല്ലാത്തൊരു പിരിക ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഞാൻ അന്നേരം ഒളിക്കായിരുന്നു ആയിരുന്നു. അത്രക്കും എനിക്ക് വേദന ആവുക. ഞാൻ പിരികോ ത്രെഡ് ചെയ്ത് ഇവിടെ ആദ്യമായിട്ട് ത്രെഡ് ചെയ്യണം, അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ കൊടുക്കുന്ന ഞാനും കൊടുക്കും എന്റെ വ്യൂവേഴ്സിന്. ആ കാർവിന് ഉമ്മ ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ 2 പ്രാവശ്യം തുമ്മി കണ്ണിനൊക്കെ വെള്ളം വന്ന് ലെല്ലോഷൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്നാലും ചെയ്ത് മീശ കളയണമല്ല. ഒരു പുരുഷന്റെ ഇത് എന്നോട് ഏതോ ഒരു പൊട്ടൻ വന്നിട്ട് വെപ്പ് മീശ വെക്കുന്ന പറഞ്ഞു വേണ്ട. അതാണ് ഞാൻ എന്നെ പറഞ്ഞത്. ഓക്കെ, ഇനി ഞങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഒരു 5:00 ഇവിടെ നിന്ന് ഇറങ്ങല്ല 5 മണിക്ക് ഇറങ്ങണം. ഇപ്പൊ 4:30 അപ്പൊ അതിനുള്ളിൽ റെഡി ആവണം. റെഡി ആയിട്ട് ഇവിടെ ഈ തല അനക്കാണ്ട് ഇങ്ങനെ വെച്ചോണ്ടതാ, കവറിലൊക്കെ ഇട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടതാണ്. ഇനിയിപ്പൊ ഇത് അങ്ങനെ തന്നെ റെഡി ആവണം, തല അനക്കാതെ. തലയിലൊന്നും ഇല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് പേടിക്കാനൊന്നും ഇല്ല അല്ലേ. ഇപ്പൊ ഞാൻ തലയിൽ ഇല്ലാണ്ടായത് തന്നെ ഇയാളുടെ കൂടെ കൂടി ഞാൻ വഴി പഠിപ്പിച്ചെന്നതാ. ഇവിടെ പോയാലും എന്നെ പറയുന്നു. ടിറ്റൂര് വരെ തലയില്ലാണ്ടായി. റെഡി ഫുൾ. അതല്ലേ ഞങ്ങൾ ഇവിടെ വന്ന് ടിട്ടുവിനെ നോക്കുമ്പോ കൈ വരണ്ടത്. ടിട്ടുവിനെ കാണാനില്ല. ടിട്ടുവിനെ നോക്കുമ്പോ ടിട്ടു അടിച്ചു വാരിയുടെ ഉള്ളിൽ എന്നിട്ട് ഞങ്ങൾ ടിട്ടുവിനെ കണ്ടുപിടിച്ചു. ഞങ്ങളുടെ മമ്മിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഓ, ഇവനെ കണ്ടാലൊക്കെ എന്തൊരു ക്യൂട്ടി പൈ ആണെന്ന് അറിയോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം സിനിമയ്ക്ക് പോവാൻ. ഹലോ, there's a main thing to do. ജിമ്മിന് പോവാനുണ്ട്. എന്നാലും എനിക്ക് അലർജി കൂടിയിട്ട് ഞാൻ പോയില്ല. ഭയങ്കര തുമ്മലും ജലദോഷവും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പോയില്ല. ഞാൻ മാത്രമല്ല ഇവിടെ പോയില്ല. ഞങ്ങൾ ആരും ജിമ്മിൽ ഇന്നലെ പോയിട്ടില്ല. ഇന്ന് പോണം. ഇന്ന് പോയിരിക്കും. അപ്പൊ നമുക്കിനി ഞങ്ങൾ റെഡി ആവട്ടെ, അല്ലെങ്കിൽ പണി പാൽ വെള്ളത്തിൽ റെഡി ആവട്ടെ. എന്റെ കൈക്കും വേദന. ഫൈനലി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. ടിട്ടു വരുന്നില്ല, പക്ഷേ ടിട്ടു നമ്മൾ പിടിച്ചതാണ്. ഉറങ്ങായിരുന്നു കേട്ടോ. ഇതാണ് ഔട്ട്ഫിറ്റ്. ഇവിടെ കൊടുത്ത് റെഡിയല്ലേ? വാട്ട് ഈസ് ദ പ്രോബ്ലം? അങ്ങനെ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ സുന്ദരികളായോ? ഇവൻ സുന്ദരനായോ? ഉമ്മ തന്നെയാണ്. ഇത് ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് മുടി കിട്ടുമുടി ഫ്ലിക്കറിങ് ഉണ്ടല്ലേ. ഓക്കെ, ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് ഇത് നേരെ കിട്ടുന്നില്ല. അതിന് സോ വാട്ട്? എന്തേ കണ്ണൊട്ടിപ്പോയി. ഇതൊക്കെയാണ് ഭയങ്കര ചൂട്ടില് അവിടെ ചെല്ലുമ്പോഴേക്കും ഇനിയിപ്പൊ ആധാർ കാർഡ് പോലെ ആവും അവിടെ ചെല്ലുമ്പോ അല്ലേ. സത്യം. ബ്രൈറ്റ്നസ് കൊടുക്കുന്നുള്ളേ ബ്രൈറ്റ്നസ് മര്യാദ ഫ്ലിക്കർ ആവുന്നുണ്ട്. അത് കുഴപ്പമില്ല, പറ്റ കൊടുക്കല്ലേ. ഓക്കെ, ഇപ്പൊ ഡാർക്കായി. ലൈറ്റിംഗ്. ഓക്കെ, നമുക്കിനി എന്താ പോയിട്ട് കാണിക്കല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പോകാൻ താഴത്തെ ക്യാബ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്റർവ്യൂവിനെത്തി. നമ്മുടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ പെണ്ണുമ്പുള്ള ഇതാണ്. ഇതിപ്പോ പേര് പറയാൻ പേടിയായിട്ടുള്ള സിറ്റുവേഷൻ ചിത്ര. ഇത് ഇവരുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഞാനൊരു സീരിയസ് ഇന്റർവ്യൂ ആയിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ മുകളിൽ കോമഡി പോയി. അടിപൊളിയായിരുന്നു. ചിരിച്ചിട്ടൊക്കെ വയറ് വേദന എടുക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി. കോമഡി സ്റ്റാർസ് ആയിരുന്നു തോന്നുന്നു. അല്ല, ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ഭയങ്കര ഒരു സീരിയസ് ഒരു ടൈപ്പ് സാധനമായിരുന്നു. അതിന്റെ ഈ 2 കുട്ടികൾ എന്താ പറയാ ഒരു സൊസൈറ്റിയിൽ സ്ട്രഗിൾ ചെയ്യുന്നു, ആ ഒരു രീതിയിലൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ച ഒരു സാധനമാണ് ഇങ്ങനെ പോയത്.
ഡംഷാറ്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു. അതിന് വരുമ്പോ എങ്ങനെയാവും അറിയാം എങ്ങനെയാവുന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ അല്ലേ? അതെ. ഞങ്ങളെത്തി ഗായ്സ് മൂവി കാണാൻ. ഞങ്ങളെങ്ങനെ മൂവി കാണാൻ എത്തി? ഫൈനലി ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. ഇനി ഫ്രഷ് ആയിട്ട് എല്ലായിടത്തും പോയി കിടന്നുറങ്ങണം. ഞങ്ങൾ അതിന് മുമ്പ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുറച്ച് കോൾസ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കോളും വരുന്ന് അങ്ങനെ പോയി ടൈം എന്നിട്ട് പിന്നെ വന്നിട്ടാണ് പിന്നെ മൂവിക്ക് പോണത്. 8 മണി. എൻ്റെ 8 മണിയാണ്. 8 മണി. ഒരാൾ ബിഗ് ബോസ് കാണുന്നതാണ് സൗണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിസ്സ കഴിച്ചിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിസ്സ കഴിച്ചു. എന്നിട്ടാണ് നമ്മൾ മൂവിക്ക് പോയത്. മൂവിക്ക് മോനെ ഇത്തിരി സൗണ്ട് ഓർക്കോ ബേബിയേ? ഇല്ല, അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനോടാ. ഇത്തിരി സൗണ്ട് ഓർക്കോ? ഓക്കെ. സോ ഇനി മുഖമൊക്കെ കഴുകി ഫ്രഷായി മേല് കഴുകി കിടക്കണതാണ് ഇനിയിപ്പോൾ ഉള്ള പരിപാടി. വേറെ പരിപാടിയൊന്നുമില്ല. ബിഗ് ബോസ് കാണാം. ഡ്രസ്സ് മാറിയിട്ടുള്ള ഫ്രഷ് ആയിട്ടില്ല. ഇവിടെ ഒരു 8 മണി നമ്മൾ അറ്റാക്കിങ് മോഡിലാണ്. ഇവിടെ 8 മണിനപ്പം കണ്ടാൽ ഞാൻ പിടിച്ച് ഞെക്കെങ്കിൽ നിൽക്കാൻ തോന്നുന്നു. ഓക്കെ. സോ അതൊക്കെയാണ്. പിന്നെ മൂവിയുടെ കാര്യം. മൂവി ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് കാണാൻ പോയത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവിയാണ് കാണാൻ പോയത്. അപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ കൂടെ പോയതാണ്. പക്ഷെ എക്സ്പെക്റ്റേഷൻ്റെ ആ ഒരു ഇതിലോട്ട് മീറ്റ് ചെയ്തിട്ടില്ല. ഓക്കേഷ് ഒരു ഓക്കേഷ് മൂവിയാണ്. കോമഡി എന്ന് പറയുമ്പോൾ ചില സ്ഥലത്ത് കോമഡി വരുന്നത് ഭയങ്കരമായിട്ട് കോമഡി വരുന്നുണ്ട്. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഭയങ്കര എക്സ്പെക്റ്റേഷൻ കൂടിപ്പോയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. സ്റ്റാർട്ടിങ് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി ഫസ്റ്റ് ഹാഫ്. ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നി. എന്നാലും ഒരു വലിയൊരു ഇതായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഒരു ഓക്കെ മൂവി ആയിട്ടാണ് കേട്ടോ തോന്നിയത്. എക്സ്പെക്റ്റേഷൻ ഭയങ്കരമായിരുന്നു. ഇത്ര പേര് ഒന്നിക്കുന്ന പടമായതുകൊണ്ട് ഭയങ്കര സംഭവമായിരിക്കും എന്ന് കരുതിയിട്ട്. പക്ഷെ ആ കോമഡി വെച്ച് നോക്കുമ്പോൾ കോമഡി ചില ഭാഗത്തുള്ളത് അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അത്രേ ഉള്ളൂ. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞ് ഭയങ്കര ടയർഡാണ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല നല്ല വ്ളോഗ്സ് ആയിട്ട് ഞങ്ങൾ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ റെക്കമെൻഡേഷൻസ് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.